ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. നമ്മളിപ്പോൾ ഉള്ളത് വെച്ച് കഴിഞ്ഞാൽ കണ്ണൂരാണ്. കണ്ണൂർ തളിപ്പറമ്പിലാണ് നമ്മളുള്ളത്. ഇവിടെ ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ സീസൺ 2 നടക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ വന്നത്. നമ്മുടെ ഇൻവിറ്റേഷൻ ഉണ്ടായിരുന്നു MLA ഓഫീസിൽ നിന്ന്. അപ്പോൾ നമ്മൾ ഇവിടുത്തെ കുറച്ച് കാര്യങ്ങൾ കാണാൻ പോകുന്നത്. 2 തിയേറ്ററിലായിട്ട് 30-ലധികം സിനിമകളാണ് ഇവിടെ പ്രദർശിപ്പിക്കുന്നത്. IFK ആണ് ഇവിടെ സിനിമകൾ പ്രദർശിപ്പിക്കുന്നത്. ഇവിടെ ഹാപ്പിനെസ് ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ എന്ന പേരിലാണ് പരിപാടി നടക്കുന്നത്. നമുക്ക് നമ്മുടെ മീഡിയ പാസും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഇതാണ് ഗൈസ് എൻട്രൻസ്. ഇതാണ് ഒരു തിയേറ്റർ, ക്ലാസിക് ക്രൗൺ. വേറൊന്ന് പാരഡൈസാണ് വരുന്നത്. ഇതാണ് രജിസ്ട്രേഷൻ സെക്ഷൻ. ഡെലിഗേറ്റ് രജിസ്ട്രേഷൻ കൗണ്ടർ വരുന്ന ഇതാണ്. ഫുഡും കാര്യങ്ങളൊക്കെ വരുന്നത് ഇവിടെയാണ്. എഡിറ്റേഴ്സും കാര്യങ്ങളൊക്കെ ഇരിക്കുന്നത്. മീഡിയ അലോഷിയുടെ പരിപാടിയുണ്ട്. ഇവിടെ 2 സ്ക്രീനാണ് വരുന്നത്. അതുപോലെ തന്നെ ഓൺലൈനായിട്ടും ഡെലിഗേറ്റ്സിന് രജിസ്റ്റർ ചെയ്യാൻ പറ്റും, സ്റ്റുഡൻസിന് രജിസ്റ്റർ ചെയ്യാൻ പറ്റും. ഡെലിഗേറ്റ്സിന് 354 രൂപ, അതേപോലെ സ്റ്റുഡൻസിന് 154 രൂപയാണ് വരുന്നത്. എല്ലാവർക്കും നമസ്കാരം. ഇവിടെ ഈ ചലച്ചിത്രമേളയോടനുബന്ധിച്ച് ഓപ്പൺ ഫോറം ഇന്നിപ്പോൾ ചർച്ച ചെയ്യുന്ന വിഷയം ഇവിടെ ഇപ്പോൾ സൂചിപ്പിച്ചു കഴിഞ്ഞു. മലയാള സിനിമയിലെ സമാന്തര സിനിമകളുടെ പ്രദർശന വിപണന സാധ്യതകൾ, അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്നിവിടെ ചർച്ച ചെയ്യുന്നത്. ഫിലിം ഫെസ്റ്റിവലാണ്. അതായത് 2ാമത് ഹാപ്പിനെസ് ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ തളിപ്പറമ്പിൽ ഇന്നലെ തുടങ്ങി. ഇന്ത്യൻ സിനിമയുടെ പ്രിയപ്പെട്ട അഭിനേത്രി, സംവിധായിക, എഴുത്തുകാരി, സാംസ്കാരിക പ്രവർത്തക ശ്രീമതി സുഹാസിനി മണിരത്നം അവർ ഈ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഉദ്ഘാടനം ചെയ്തു. ചലച്ചിത്ര അക്കാദമി ജനറൽ കൗൺസിൽ അംഗം എന്ന നിലയിലും ഈ ഹാപ്പിനെസ് ഫിലിം ഫെസ്റ്റിവലിന്റെ സംഘാടക സമിതി അംഗം എന്ന നിലയിലും വലിയ സന്തോഷത്തിന്റെ നിറവിലാണ് ഞാൻ ഇരിക്കുന്നത്. ചലച്ചിത്ര അക്കാദമി മാസ്റ്റർ മൈൻഡ്സ് വിഭാഗത്തിൽ ഇപ്പോൾ പ്രദർശിപ്പിക്കുന്ന ചിത്രം മോൺസ്റ്റർ. സംവിധാനം കൊറിയ ഹിറോകാസു. ചിത്രത്തിന്റെ ദൈർഘ്യം 126 മിനിറ്റ്. Under Masterminds category, we screen the film Monster directed by Koreeda Hirokazu. The duration of the film is 126 minutes. പ്രേക്ഷകരുടെ ശ്രദ്ധയ്ക്ക് അരി വിതരണം ചെയ്തൊരു സമ്പ്രദായം ഉണ്ടായിരുന്നു. അപ്പോൾ ആ സമ്പ്രദായമുള്ള കാലത്ത് ഒരു സമരം നടന്നു. ആ സമരത്തിലെ രക്തസാക്ഷിയുടെ കൊച്ചുമകളാണ് നമ്മുടെ ഈ സിനിമയിലെ അൻപഴകി എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്നത്. സുന്ദരാതരത്തിൽ തെളിഞ്ഞു പ്രേമയമുന വീണ്ടും കഴിഞ്ഞു ബാഷ്പമേഘവർഷം വിരിഞ്ഞു മന്ദഹാസമാം ചന്ദ്രലേഖനി സുന്ദരാതരത്തിൽ പൊന്നരിവാളം പിളിയിൽ കണ്ണെറിയുന്നോളെ അമരത്തിൽ മോന്നമല്ലിൽ പാടി നിൽക്കുന്നോളെ. പൊന്നരിവാളം പിളിയിൽ കണ്ണെറിയുന്നോളെ അമരത്തിൽ മോന്നമല്ലിൽ പാടി നിൽക്കുന്നോളെ. അമരത്തിൽ മോന്നമല്ലിൽ പാടി നിൽക്കുന്നോളെ. അമരത്തിൽ മോന്നമല്ലിൽ പാടി നിൽക്കുന്നോളെ.
അർത്ഥത്തിലുള്ള ഒരു ഹാപ്പിനെസ്, സന്തോഷം, സമാധാനം, പങ്കാളിത്തവും ഈ ആസ്വാദനവും ഉണ്ടാകട്ടെ എന്ന് ഒരിക്കൽ കൂടി സംഘാടക സമിതിക്ക് വേണ്ടിയും ചലച്ചിത്ര അക്കാദമിക്ക് വേണ്ടിയും അറിയിക്കുകയാണ്. അമ്മയ്ക്ക് എനിക്കൊരു അനിയനെ കിട്ടി. പക്ഷെ എന്തോ ഈ തളിപ്പറമ്പ് ടൗണിലെ ബസ് സ്റ്റാൻഡിൻ്റെ തൊട്ടടുത്ത് എക്സിബിഷൻ ഉണ്ട്. അപ്പം നമുക്കൊന്ന് കയറി നോക്കാം. മധുവിൻ്റെ പഴയകാല ഫോട്ടോകളാണ് എല്ലായിടത്തും വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇതാണ് ഗൈസ് മറ്റൊരു തിയേറ്റർ. നേരത്തെ എനിക്ക് കാണിക്കാൻ പറ്റിയില്ലായിരുന്നു. ഇതാണ് അപ്പം മറ്റൊരു തിയേറ്റർ വരുന്നത്, പാരഡൈസ്. ഹാപ്പിനെസ് ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റ് രണ്ടാമത്തെ എഡിഷൻ ഇന്ന് പൂർത്തിയാകുകയാണ്. അഭൂതപൂർവമായ പങ്കാളിത്തം ഡെലിഗേറ്റ്സിൻ്റെ, വിശിഷ്യ വിദ്യാർത്ഥികളുടെ കോളേജ് വിദ്യാർത്ഥികളുടെ വലിയ പങ്കാളിത്തമാണ് ഈ 3 ദിവസങ്ങളിലെ മേളയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. 1000-ൽ-അധികം ഡെലിഗേറ്റ്സിൻ്റെ മാത്രം രജിസ്ട്രേഷൻ ഈ മേളയാണ്. സമൂഹത്തിൻ്റെ നാനാതലങ്ങളിൽ നിന്ന് ആൾക്കാർ മേള ഒരു അത്ഭുതം എന്ന രീതിയിൽ മേള വേദി സന്ദർശിക്കാൻ വരുന്ന കാഴ്ച. ഇന്ന് നമ്മുടെ സ്കൂളിലെ കുട്ടികൾക്കായിട്ട് ഈ ചലച്ചിത്ര അക്കാദമി ചെറിയൊരു ഷോർട്ട് ഫിലിം രാഷ്ട്ര ചലച്ചിത്രമേള അറിയോ? അന്താരാഷ്ട്ര ചലച്ചിത്രമേള ചിലരൊക്കെ കേട്ടിട്ടുണ്ടാവല്ലോ, ടിവിയിലും പേപ്പറിലൊക്കെ വാർത്ത കണ്ടിട്ടുണ്ടാവല്ലോ. കുട്ടികൾക്ക് സിനിമ പരിചയപ്പെടുന്നതിൽ തിയേറ്ററിൽ പോകാതെ തിയേറ്റർ നിങ്ങളുടെ വിദ്യാലയങ്ങളിലേക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ നാടുകളിലേക്ക് വരുന്ന രീതിയാണ് ടൂറിംഗ് ആക്കുന്നത്. നമ്മുടെ കൂടെയുള്ളത് അജോയ് സാറാണ് ഈ ചലച്ചിത്ര അക്കാദമിയാണ് ചലച്ചിത്രമേള, തിരുവനന്തപുരം മേളയൊക്കെ നടത്തുന്നത്. അതുപോലെ തന്നെ ഈ നമ്മുടെ ഈ മേളയിൽ അക്കാദമി തന്നെയാണ് നേരിട്ടുണ്ട്. അക്കാദമിയുടെ സെക്രട്ടറിയാണ് അജോയ് സാർ എന്ന് പറയുന്നത്. സുഖല്ലേ? ഇതേതാ സ്കൂള്? അക്കിപ്പറമ്പ്. ആകാണ്. ഇപ്പം അടിപൊളി സ്കൂളാണ് അല്ലേ? ഇപ്പം എന്തായാലും നിങ്ങളുടെ ഭാഗ്യവാന്മാരാണ്. തൊപ്പി എന്ന് പറഞ്ഞ കക്ഷിയില്ലേ യൂട്യൂബിൽ? ഞാൻ അയാളുടെ ഫാനാണ്. ഒന്ന് കൈവക്ക്. എത്ര പേരുണ്ട്? 1 2 3 4 5 6 7 8 9 10. ഇനി പെട്ടെന്ന് കൈ താഴ്ത്തിക്കോ. ഇനി ആര് ചോദിച്ചാലും കൈ പൊക്കാൻ പാടില്ല. വളരെ മഹാന്മാരായ ആളുകളാണ്. അപ്പൊ ഈ അവസരം എല്ലാവർക്കും കിട്ടില്ല. ഗൈസ് ഇതാണ് ജിനീഷ് ചേട്ടൻ തളിപ്പറമ്പാണ് സ്ഥലം. ജിനീഷ് ചേട്ടാ, IFFK കുറിച്ച് 2 വാക്ക്. നമ്മുടെ തളിപ്പറമ്പിൽ രണ്ടാമതാണ് IFFKയുടെ ഫിലിം ഫെസ്റ്റിവൽ വരുന്നത്. നമ്മുടെ തളിപ്പറമ്പിലെ സ്റ്റുഡൻസിന് അതുപോലെ തന്നെ സിനിമയെ സ്നേഹിക്കുന്ന പല മേഖലയിലുള്ള ആൾക്കാർക്ക് ഈ ഒരു അവസരം നല്ല രീതിയിൽ ഉപകാരപ്പെടുന്നതാണ്. തിരുവനന്തപുരത്ത് നിന്നാണ് ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിൽ നടന്ന വളരെ മികച്ച മൂവീസാണ്. 30ഓളം മൂവീസാണ് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതാണ് മനീഷ് ചേട്ടാ, ഫിലിം ഫെസ്റ്റിവലിനെ കുറിച്ച് 2 വാക്ക്. കഴിഞ്ഞ തവണത്തേക്കാൾ ഏറെ സിനിമകൾ, നല്ല സിനിമകൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. വരും വർഷങ്ങളിലും തളിപ്പറമ്പിൽ ഇത്തരം ഫിലിം ഫെസ്റ്റിവലിൽ വരാൻ വേണ്ടിയിട്ട് ആണ് ഫിലിം അക്കാദമി വെള്ളം സഹായിച്ചുകൊണ്ട് പറഞ്ഞിട്ടുള്ളത്. ഹാപ്പിനെസ് ഫിലിം ഫെസ്റ്റിവലിനെ കുറിച്ച് 2 വാക്ക്. അടിപൊളി. IFFK തളിപ്പറമ്പ് വെച്ച് നടത്തുന്ന ഫിലിം ഫെസ്റ്റിവലിൻ്റെ ഭാഗമായിട്ടുള്ള സോഷ്യൽ മീഡിയയുടെ മോണിറ്റേഴ്സാണ്. ഇതിൻ്റെ ഫോട്ടോഗ്രാഫൊക്കെ നമ്മൾ അതുകൊണ്ട് തന്നെ ബുദ്ധിമുട്ടുകയാണ്. ഇതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ട് നമ്മുടെ ഉദ്യോഗം IFFK ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടൊന്നും പറയാനില്ല. അടിപൊളി പരിപാടിയാണ്. ഇതിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് സന്തോഷം. നമ്മളെ ഹാപ്പിനെസ് ഫെസ്റ്റിവലിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് സോഷ്യൽ മീഡിയയുടെ കൈകാര്യം ചെയ്യുന്നത്. അതുപോലെ ഒക്കെ സോഷ്യൽ മീഡിയയുടെ കൈകാര്യം ചെയ്തിട്ടുള്ള അവർ തന്നെയാണ് ഫിലിം ഫെസ്റ്റിവലിൻ്റെ ഭാഗമായിട്ട് ഇവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ ഗൈസ് ഈ ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ കാണുമ്പോൾ മിക്സ് ആവും. ബൈ.